വസ്ത്രങ്ങളിലെ വാഴക്കറ, ചോരക്കറ, മഷിക്കറ, കരിമ്പൻകുത്ത്, കളർ പിടിച്ചത്, ചായമറിഞ്ഞത്, കറിയ എന്നൊക്കെ വായിക്കാട്ടോ. വിപണിയിൽ എങ്ങും വാങ്ങിക്കാൻ കിട്ടാത്തൊരു മരുന്നാണ്. വിപണിയിൽ ക്ലോറിക്സ്, ക്ലോറിൻ, ആല, റിന്ന്, ഹൈപ്പ് എന്നിങ്ങനെ ഒരുപാട് മരുന്ന് വാങ്ങിക്കാൻ കിട്ടും. ഹൈപ്പോ എന്നു പേരുള്ള ഈ മരുന്ന് എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ നിർമ്മിക്കുന്ന മരുന്നാണ്. ക്ലോറിനും ഹൈപ്പോയും ചേർത്ത് നിർമ്മിക്കുന്ന മരുന്നാണ്. ക്ലോറിൻ മാത്രമാണെങ്കിൽ കറയുള്ള ഭാഗത്ത് കുറെ ഒഴിച്ച് കല്ലിട്ട് സോപ്പിട്ടൊക്കെ ഒഴിച്ചാൽ കറമായും, പക്ഷേ ഡ്രസ്സിന് തേയ്മാനം വരും. ഇത് ഹൈപ്പോയും ക്ലോറിനും മിക്സ് ആക്കി ഞാൻ നിർമ്മിക്കുന്ന മരുന്നാണ്. ഈ ചെറിയ കുപ്പി 10 മില്ലിയാണ്. 150 തുള്ളിയുണ്ട്. ഇതിൽ നിന്ന് ഒരു തുള്ളി മരുന്ന് കറയുള്ള ഭാഗത്ത് ഇട്ടിക്കുക. ഒരു 30 സെക്കൻഡ്. ഇനി പഴയ കറയാണെങ്കിൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്താണ് സോപ്പ്? കുളിക്കുന്ന സോപ്പാണ് നല്ലത്. അല്പം കുളിക്കുന്ന സോപ്പ് ഇടുക. കൈ കൊണ്ടിങ്ങനെ ഉരച്ചാൽ മതി, കറ മാഞ്ഞു പോകും. കറകൾ മായും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാനിപ്പോ കാണിച്ചു തരാം. ഒറിജിനൽ മരുന്ന് വിൽക്കുന്നവർക്ക് മാത്രമേ ഈ തെളിവ് കാണിക്കാൻ സാധിക്കൂ. ആ തെളിവ് ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളമാണ്, കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഈ വെള്ളത്തിന് കഴിവൊന്നുമില്ല, സാധാരണ കുടിക്കുന്ന വെള്ളമാണ്. ഏതുകൊണ്ടോ കുടിക്കുന്ന വെള്ളമാണ്. ഇത് മഷിയാണ്. മഷി നിർമ്മിക്കുന്നത് കളർ മാത്രമല്ല ആസിഡും കൂടി ചേർത്താണ്. അതുകൊണ്ടാണ് മഷിയൊക്കെ വസ്ത്രങ്ങളായി കഴിഞ്ഞാൽ എത്ര അലിക്കാനും പോകാത്തത്. ഇത് മഷി കലർന്ന ഒരു കരിനീല കളർ വെള്ളമാണ്. ഇതെത്ര നേരം ഞാൻ സർബത്ത് അടിക്കുന്നവരെ അടിച്ചു കൊടുത്താൽ ഈ മഷി മായിക്കല്ല. ഇത് മഷി കലർന്ന ഒരു കരിനീല കളർ വെള്ളമാണ്. ഇത് എത്ര മണിക്കൂർ നേരം ഞാൻ സർബത്ത് അടിക്കാൻ അടിച്ചു കൊടുത്താൽ ഈ മഷി മായത്തില്ല. പക്ഷെ ഞാൻ വിൽക്കുന്ന മരുന്ന് 30 രൂപയാണ് ഇതിന്റെ വില. 150 തുള്ളിയുണ്ട്. ഇതിൽ നിന്നും വെറും 2 തുള്ളി ഇടിച്ച് മഷി മായിക്കാം. ഈ കൂടുതൽ ആരെങ്കിലും ഒരു കുപ്പി ഒന്ന് എടുത്തു തരുമോ? ഒരു കുപ്പി എടുത്തു തരുമോ? ഞാൻ ഒരു കുപ്പി എടുത്താൽ അവർ വിചാരിക്കും അത് ഒറിജിനലും ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ ഒരു കുപ്പി എടുപ്പിച്ചു കേട്ടോ. ഈ മരുന്ന് 30 രൂപയാണ്. ഈ മരുന്നിന് 30 രൂപയാണ്. ഇതിൽ നിന്ന് 150 തുള്ളി ഉണ്ട്. ഞാൻ വെറും 2 തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്നും വെറും 2 തുള്ളി കൊണ്ട് ഈ മഷി വായിക്കാന്നുള്ളൂ. 1, 2 തേനായിട്ട് പോലും കറക്കണ്ട. ഈ വെള്ളം ഒന്നിങ്ങനെ ഇളകിയാൽ മതി. ഇത് മഷി കലർന്ന വെള്ളമായിട്ട് പറഞ്ഞ വിശ്വസിക്കില്ല. ചലിച്ചാൽ മതി മഷി മാഞ്ഞു കൂട്ടും. വെള്ളം ഒന്ന് ചലിച്ചാൽ മതി. ഇത് മഷി കലർന്നൊരു വെള്ളമായിട്ട് പറഞ്ഞാൽ കാണാത്തവർ വിശ്വസിക്കുകയില്ല. കണ്ടോ, കുടിക്കുന്ന വെള്ളമായി മാറും. ഇതിൽ മഷീന്റെ ഒരു അടയാളം പോലും കാണിച്ചു തരാൻ പറ്റില്ല. ഇതേമാതിരി മാഞ്ഞു പോകുന്ന കാണാം. വെള്ളം ഇങ്ങനെ ചലിച്ചാൽ മതി. ഇതുപോലെ ഒറിജിനൽ കറ വിൽക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ മഷി മായ്ക്കുന്ന കാണിക്കാൻ സാധിക്കൂ. 30 രൂപയാണ് ഇതിന്റെ വില. വാങ്ങാൻ കിട്ടുന്ന അവസരം ഒരെണ്ണം വാങ്ങിച്ചോളി. ചിലർ വിചാരിക്കും ഇത്രയും കഴിവുള്ള മരുന്ന് കൊണ്ട് ഉപയോഗിച്ചാൽ ഡ്രസ്സിന് കേടുവരുമോന്ന്. വസ്ത്രത്തിന് ഒരു കേടുമില്ല. അതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. ഈ 100 രൂപ നോട്ട്, ഈ 100 രൂപ നോട്ട് ഞാൻ 5ഓ 6ഓ ആയിട്ട് കീറി വെള്ളപ്പേപ്പർ ഒട്ടിച്ച് ബുധനാഴ്ച ദിവസം സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടുകൊടുത്താൽ ആ സ്റ്റേറ്റ് ബാങ്കർ ആ ഒട്ടിച്ച നോട്ടിനെ 5ഉം 6ഉം ആയിട്ട് കീറി ഒട്ടിച്ച ആ നോട്ടിനെ വാങ്ങിയിട്ട് പുതിയ നോട്ടെടുത്ത് കയ്യിലേക്ക് തരും. എന്നിട്ട് ആ കീറിപ്പറിഞ്ഞ ഒട്ടിച്ച നോട്ടിനെ അടിച്ചിറക്കിയ റിസർവ് ബാങ്കിലേക്ക് ആ സ്റ്റേറ്റ് ബാങ്കുകാർ അയച്ചു കൊടുക്കല. അടിച്ചിറക്കിയ റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്ത ഒരു നോട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഷി കറകളായി ഇട്ടെടുക്കല്ല. ഇതുപോലെ മഷി കറകളായി നോട്ട് റിട്ടെടുക്കല്ല. ഇത് മനഃപൂർവ്വം ഒരാളാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. കാരണം ഞാൻ കാണിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. നോട്ടിനെ നശിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇത് കാണിക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന മരുന്ന് കൊണ്ട് മായാത്ത ഒരു കറയേ ഉള്ളൂ. ആ കറ കൊണ്ട് മാത്രം ഞാൻ ആ കറ മായ്ക്കുന്ന മരുന്ന് പോലും എന്റെ കൈവശം കൊണ്ടു കേട്ടോ. ആ മായാത്ത കറ ഏതാണ്? ഇരുമ്പ് കറയാണ്. ഇരുമ്പ് കറ ഒഴിച്ച് ബാക്കി എല്ലാ കറയും മായ്ക്കാം. ആ ധൈര്യത്തിലാണ് ഈ നോട്ടിനെ ഞാൻ ഈ കറ കൊണ്ട് ഈ നോട്ടിന് ഈ കറയാക്കുന്നത്. ഈ 100 രൂപ നോട്ട്, ഈ 100 രൂപ നോട്ട് ഇരിക്കുന്ന തോറും കത്തിക്കരിഞ്ഞ നോട്ടുമാരായി മാറും. ഈ 100 രൂപ ഈ തിരൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ കൊടുത്താലും 100 രൂപ ഉള്ള വിലയുള്ള വസ്തു ആരും തരികയില്ല. ഈ 100 രൂപ ഉപയോഗശൂന്യമാണ്. ഈ നോട്ടിനെ ഞാൻ ഇതുണ്ടോ കത്തിയിരിക്കുന്ന തോറും കത്തിക്കരിഞ്ഞ നോട്ടായി മാറുന്നുണ്ടോ? കറുകറുത്ത നോട്ടായി മാറും. ഈ നോട്ടിനെ അടിച്ചിറക്കിയ റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്തൊരു നോട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഷി കറകളായ നോട്ട് ഇട്ടെടുക്കല്ല. ഇത് മനഃപൂർവ്വം ഒരാൾ ആക്കിയതാണെന്ന് അറിഞ്ഞാൽ ആക്കിയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കൊണ്ടുപോയാൽ ജാമ്യം പോലും തരികയില്ല. കാരണം രാജ്യദ്രോഹ കുറ്റമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം. ചിലർ വിചാരിക്കും വെറും കള്ളത്തരമാണ് ഇതൊക്കെ. വെള്ളത്തിൽ കഴുകാൻ പോകുന്ന ഒരു കറയാണ് ആ നോട്ടിലാക്കിയിരിക്കുന്നത്. വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം. വെള്ളത്തിൽ കഴുകാൻ ഈ നോട്ടിനെ പുതിയ നോട്ടാക്കി 100 രൂപ വിലയുടെ വസ്തു വാങ്ങുന്ന രീതിയിൽ നോട്ടിനെ വെളുപ്പിക്കാൻ സാധിക്കില്ല. ചിലർ വിചാരിക്കും സോപ്പിട്ട് കഴിയാൻ പോകുമെന്ന്. എന്റെ കൈവശം സോപ്പുണ്ട്. ഈ സോപ്പിന് കഴിവൊന്നുമില്ല കേട്ടോ. സാധാരണ മെഡിമിക്സ് കുളിക്കുന്ന സോപ്പാണ്. ഈ സോപ്പിട്ട് കഴിയാൻ പോവുകയില്ല. നമുക്കറിയാം വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് കഴിയും നോട്ട് കണ്ടു കഴിഞ്ഞാൽ ആരും പറയും
ഓ ഇത് കഴുകിയ നോട്ടാണ്, ഇത് എടുക്കേലത്. ഞാൻ ഈ നോട്ട് ആരുടെ കയ്യിലേക്കും തരാം. ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത ATM നിന്നൊക്കെ നമുക്ക് ഫ്രഷ് നോട്ട് കിട്ടിയാലേ അതുപോലത്തെ പുതിയ നോട്ടായി മാറും. ഈ നോട്ട് ഞാൻ ആരുടെ കയ്യിലേക്കും തരാട്ടോ. ഇത് വെള്ളത്തിൽ കഴുകിയ നോട്ടാണ്, സോപ്പിട്ട് കഴുകിയ നോട്ടാണെന്ന് പറഞ്ഞാൽ കാണാത്തവർ വിശ്വസിക്കുകയില്ല. അത്ര ഫ്രഷ് നോട്ടാക്കി മാറ്റിത്തരാം. വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് കഴുകി ഈ 100 രൂപ കൊടുത്താൽ 100 രൂപ വിലയുടെ വസ്തു വാങ്ങുന്ന രീതിയിൽ ഈ 100 രൂപ നോട്ടിനെ വെളുപ്പിക്കാൻ ഒരു വെള്ളത്തിനും സോപ്പിനും സാധിക്കുകയില്ല. ഈ 100 രൂപ ഉപയോഗശൂന്യമാണ്. ഈ 100 രൂപ ഉപയോഗശൂന്യമാണ് കേട്ടോ. മോനെ, ഈ കൂടുതൽ ആരെങ്കിലും ഒരാൾ ഒരു കുപ്പി ഇഷ്ടമുള്ള എടുത്ത് തരൂ. ഞാൻ ഒരെണ്ണം എടുക്കും, ചെല്ലി വിചാരിക്കാൻ പോരുത്തത് മോനെ. ഇഷ്ടമുള്ള എടുത്താ അവനെ, എന്റെ മോനെ എടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള കുപ്പി ഇദ്ദേഹം എടുത്തു തരുന്നുണ്ട്. ഞാൻ എടുക്കുമ്പോൾ ചിലർ വിചാരിക്കും അത് ഒറിജിനൽ, ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമെന്ന്. ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റാം. അത് മാത്രമല്ല, ഈ 100 രൂപ ഞാൻ ആരുടെ കയ്യിലേക്ക് തരാം. ഇത് കഴുകിയ നോട്ടാണെങ്കിലോ ഒരു തേയ്മാനമോ ഒരു അഴുക്കോ ഒരു കറയോ കഴുകിയ നോട്ടാന്ന് പോലും ആരും പറയുകയില്ല. ഫ്രഷ് നോട്ടാണ്. ഞാൻ ആരുടെ കയ്യിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ തരാട്ടോ. ഈ മരുന്ന് ഏതാണെന്ന് അറിയാമോ? ഈ കൂടുതൽ ആരെങ്കിലും ഡ്രസ്സിൽ ഒരു കറയുണ്ടെങ്കിൽ ഇതിൽ 150 തുള്ളിയുണ്ട്. ഒരു തുള്ളി മരുന്നെത്തിച്ചാൽ മതി, കറമായും. ആ മരുന്ന് ഞാൻ ഈ നോട്ടിലേക്ക്, ഈ നോട്ട് ഏതാണ്? വെള്ളത്തിൽ കഴുകി അവശനാക്കിയ നോട്ടാണ്, സോപ്പിട്ട് കഴുകി അവശനാക്കിയ നോട്ടാണ്. ഈ നോട്ടിലേക്ക് ഞാൻ ഈ മരുന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ മരുന്ന് ഞാൻ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ 100 രൂപ കൊടുത്താൽ ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റുന്നത് കാണിച്ചു തരാം. ഈ തിരൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ കൊടുത്താലും 100 രൂപ വിലയുടെ വസ്തു കിട്ടാത്ത രീതിയിൽ വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് കഴുകി പോകാത്ത ഒരു നോട്ടാണ് പുതിയ നോട്ടാക്കി മാറ്റുന്നുണ്ടോ. ഈ നോട്ടിൽ നിങ്ങൾക്ക് ഒരു തുള്ളി അഴുക്കോ കറയോ കാണിച്ചു തരാൻ സാധിക്കില്ല. ഫ്രഷ് നോട്ടാണ്. പ്രിന്റിങ്ങിനോ പേപ്പറിനോ കഴുകിയ നോട്ടാണോ ആരും പറയുകയില്ല. വസ്ത്രത്തിന് നൂലിന് പോലും തേയ്മാനമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ നോട്ട് ഞാൻ ഇങ്ങനെ ആക്കി കാണിച്ചത്. ഇത് ആർക്കും പിടിച്ചു നോക്കാം. ഈ നോട്ട് എന്തെങ്കിലും പ്രിന്റിങ്ങിനോ പേപ്പറിനോ തരാറുണ്ടോ? എന്തെങ്കിലും കരക്കുറവുണ്ടോ? ഫ്രഷ് നോട്ടാണ്. ഇത് ആരുടെ കയ്യിലേക്ക് തരാം, പിടിച്ചു നോക്കാട്ടോ. പുതിയ നോട്ട്, ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടായി മാറിയിട്ടോ. ഈ നോട്ടിൽ പ്രിന്റിങ്ങിനോ പേപ്പറിനോ ആർക്ക് പിടിച്ചു നോക്കാം. ഒരു തേയ്മാനമോ വെള്ളത്തിൽ കഴുകിയ നോട്ടാണോ സോപ്പിട്ട് എഴുതിയ നോട്ടാണോ പറയുക. എന്റെ കയ്യിൽ ഒഴിച്ച മരുന്നല്ലേ പിന്നെ ആസിലാണ് ഈ നോട്ട് ബാക്കി ഉണ്ടാവോ? ഈ നോട്ടിലേക്ക് ഒരു തുള്ളി മരുന്നല്ലേ ചെയ്തുണ്ടോ? 1/4 കുപ്പി മരുന്നാണ് ആ നോട്ടിലേക്ക് വെച്ചത്. ഒരു തുള്ളി മരുന്നുണ്ടെങ്കിൽ കറമായും. ഈ കൂടുതൽ ആരെങ്കിലും ഡ്രസ്സിൽ കറയുള്ളവരുണ്ടോ? മുന്നോട്ട് വരാം, സാമ്പിൾ ഫ്രീയാണ്. ഉസ്താദിന്റെ ഡ്രസ്സിൽ എന്തെങ്കിലും കറയുണ്ടോ? എന്ത് കറയായിക്കോട്ടെ, വാഴക്കറ ആയിക്കോട്ടെ, ചോരക്കറ ആയിക്കോട്ടെ, മഷിക്കറ ആയിക്കോട്ടെ. ഈ മോന്റെ പാന്റിൽ കറയുണ്ട്. ഇതല്ലോ ഒരൊറ്റ തുള്ളി കേട്ടോ. ഇത്രയും പരട്ടിയാൽ മതി. അടയാളമില്ലാണ്ട് മാഞ്ഞു പോകുന്ന കാണാം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, കുളിക്കുന്ന സോപ്പ് ഇടുക, ഒന്ന് കശക്കി കൊടുത്താൽ മതി. കല്ലിട്ട് ഉരയ്ക്കണ്ട, സോപ്പിടി ബുക്കിക്കണ്ട. കറകൾ വായിക്കുന്ന ഒരൊറ്റ മിനിറ്റ് കഴിഞ്ഞിട്ട് വരെ കഴിയുതരാട്ടോ. അങ്ങനത്തെ 150 തുള്ളിയുണ്ട് ഒരു കുപ്പിയിൽ. 30 രൂപയാണ് ഇതിന്റെ വില. ഞാൻ കുറച്ചു മുന്നേ കാണിച്ചതാണ്. ഈ ഒരു ടെസ്റ്റ് മതി. ഈ ടെസ്റ്റ് കാണിച്ചു തരുന്ന മരുന്ന് ഞാനെന്നല്ല, ആര് വിൽക്കുന്നുണ്ട് കണ്ടുപിടിച്ചു കൊണ്ടുപോകാം. ഈ ഒരു ടെസ്റ്റ് കാണിച്ചു തരുന്ന മരുന്ന് ആര് വിൽക്കുന്നത് കണ്ടുപിടിച്ചുകൊണ്ട് പോകാം. ഇത് ഒറിജിനൽ കറപോകുന്ന മരുന്ന് വിൽക്കുന്നവർക്ക് മാത്രമേ കാണിക്കാൻ സാധിക്കൂ. ഇത് മഷി കലർന്ന ഇത് എത്ര നേരം ഞാൻ സർബത്തടിക്ക് അടിച്ചു കൊടുത്താൽ മഷി മായികല. ഇത് മഷി കലർന്ന കരിനീല കളർ വെള്ളമാണ്. ഞാൻ ഈ വിൽക്കുന്ന മരുന്ന് വെറും 2 തുള്ളി, 1, 2 പേനയിട്ട് പോലും കറക്കണ്ട. ഈ വെള്ളം ഒന്നിങ്ങനെ ഇളകിയാൽ മതി. ഇത് മഷി കലർന്ന വെള്ളമായിട്ട് വിശ്വസിക്കാൻ ഇതേപോലെ വാങ്ങിച്ചെടുക്കാം. ഇത്ര പവറാണ്. വാങ്ങാൻ കിട്ടുന്ന അവസരം ഒരെണ്ണം വാങ്ങിച്ചോളി. 30 രൂപയാണ് ഇതിന്റെ വില. മുടക്കുന്ന പൈസ നഷ്ടപ്പെടുകയല്ല. 150 തുള്ളി കിട്ടോ. ഒരു തുള്ളി ഇട്ടിക്കുക, അവിടെ സോപ്പിട്ടത് കഴിക്കളയാം. വാഴക്കറ പോവും, മഷിക്കറ പോവും, കരിമ്പകുത്ത് പോവും, കളർ പിടിച്ചത് പോവും. അവിടെ ലേസം വെള്ളമൊക്കെ കഴിക്കും. അവനെ വസ്ത്രങ്ങളിലെ വാഴക്കറ, ചോരക്കറ, മഷിക്കറ, കരിമ്പകുത്ത്, കളർ പിടിച്ചത്, ചായമറിഞ്ഞത്, കറിയായതൊക്കെ വായിക്കാട്ടോ. വാങ്ങാൻ കിട്ടുന്ന അവസരം ഒരെണ്ണം വാങ്ങിച്ചോളി. മുടക്കുന്ന പൈസ നഷ്ടപ്പെടുകയല്ല. കറകൾ വായിക്കാം. വാഴക്കറ, മഷിക്കറ, കരിമ്പകുത്തുകൾ വായിക്കാം. ഇത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, എവിടെ വിദേശത്ത് പോലും വന്നിവിടുന്ന് വാങ്ങിക്കുന്ന മരുന്നാണ് കേട്ടോ. ഇത് വാട്സപ്പ് നമ്പർ ഉണ്ട്. 93 49 10 10 01 വാട്സപ്പിൽ ബന്ധപ്പെടുന്നവർക്ക് ഇത് കൊറിയറിൽ അയച്ചു കൊടുക്കും കേട്ടോ. കേരളത്തിൽ എവിടെയായാലും കേരളത്തിൽ പുറത്തായാലും ഇത് നമ്മൾ കൊറിയറിൽ അയച്ചു തരും. നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി. എന്റെ മൊബൈലിന്റെ വാട്സപ്പ് നമ്പർ 93 49 10 10 01